ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് പഠിക്കേണ്ടത് ജി എസ് ടി ആണ്. ജി എസ് ടിയുടെ പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് പഠിക്കേണ്ടത്. സോ നമ്മുടെ ക്ലാസ് 10 ഡേയ്സ് ആണ് വരുന്നത്. ഡെയിലി 1 മണിക്കൂർ ആ ക്ലാസ്. ക്ലാസിന്റെ സമയം ഈ സെയിം ടൈമാണ്, 9 PM to 10 PM. നമ്മുടെ ഈ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ജി എസ് ടിയുടെ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റാരുടെയും ആശ്രയമില്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നേ. അപ്പൊ അത് എങ്ങനെ ചെയ്യാമെന്ന് ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഠിച്ച് സ്വന്തമായി ചെയ്യാൻ സാധിക്കും. ജി എസ് ടിയുടെ പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യം അത് ജി എസ് ടി രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഒരു ബിസിനസ് സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ലയബിലിറ്റി വന്നാൽ ആ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഗവൺമെന്റ് സൈറ്റ് ഉണ്ട് ജി എസ് ടിയുടെ, ഗവൺമെന്റ് സൈറ്റ്. ആ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കയറിയാണ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആ സൈറ്റ് എന്ന് പറയുമ്പോൾ www.gst.gov.in. ഇതാണ് ഗവൺമെന്റ് സൈറ്റ്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഈ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു ഫോം ഉണ്ട്, ഒരു ഓൺലൈൻ ഫോം ഉണ്ട്. ആ ഫോമിന്റെ പേരാണ് REG01. ആ ഫോമിന്റെ പേരാണ്, ആ ഫോമിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോമാണ് ഏത്? REG01. ആ REG01 ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അതാണ് രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ. അതെങ്ങനെ ചെയ്യുമെന്നായിരിക്കും നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം. ക്ലിയർ? യെസ്. സോ അതിപ്പോ ഏത് ടൈപ്പ് സ്ഥാപനമാണെങ്കിലും, ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് സ്ഥാപനമായിക്കോട്ടെ, ഒരു കമ്പനി ആയി രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമായിക്കോട്ടെ, ഏത് ടൈപ്പ് സ്ഥാപനമാണെങ്കിലും അതിനെന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടിവരിക അതെല്ലാം മനസ്സിലാക്കി രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കാമെന്ന് നമ്മൾ പഠിക്കും. ദെൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ച ശേഷം അടുത്തതായിട്ട് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, സങ്കല്പിക്കുക നമ്മുടെ ബിസിനസ് സ്ഥാപനം, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം GST രജിസ്റ്റേർഡ് ആയി മാറി. സങ്കല്പിക്കുക, രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു, രജിസ്ട്രേഷൻ അപ്രൂവ് ആയി, GST നമ്പർ ഒക്കെ നിങ്ങളുടെ സ്ഥാപനത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മന്ത്ലി, എല്ലാ മാസവും മാസം തോറും GST റിട്ടേൺസ് ഫയലിംഗ് ചെയ്യേണ്ടതാണ്. റിട്ടേൺ ഫയലിംഗ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി GST അതോറിറ്റിയെ നമ്മൾ അറിയിക്കണം. അത് അറിയിച്ച ശേഷമാണ് ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടത്. ഇപ്പോ സങ്കല്പിക്കുക, നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി കറണ്ട് എത്രയാണ് അടയ്ക്കേണ്ടത് എന്ന് നമ്മളായിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി പറയില്ല. സർ, കഴിഞ്ഞ ലാസ്റ്റ് 2 മാസം നമ്മൾ ഇത്ര യൂണിറ്റ് കറണ്ട് യൂസ് ചെയ്തു, അതിന് ഇത്ര എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നു, അങ്ങനെ പോയി പറയാറില്ല. ആ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ എത്ര യൂണിറ്റ് കറണ്ട് യൂസ് ചെയ്തു നോക്കിയിട്ട് പറയും, നിങ്ങൾ ഇത്ര യൂണിറ്റ് കറണ്ട് യൂസ് ചെയ്തു, സോ ഇത്ര എമൗണ്ട് പേ ചെയ്യേണ്ടതാണെന്ന് ഇങ്ങോട്ട് വന്ന് പറയും. നമ്മൾ ആ പേയ്മെന്റ് കൊടുക്കും. ഇതാണ് അതിന്റെ രീതി.
അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതും അങ്ങനെ വരേണ്ടതാണ്. പക്ഷേ ഓരോ ഇന്ത്യയിലുള്ള ഓരോ ഷോപ്പിലും എല്ലാ മാസവും നേരിട്ട് പോയി GST ഓഫീസർക്ക് അങ്ങനെ അവരുടെ ആ ഷോപ്പിൽ എത്ര സെയിൽ നടന്നു, എത്ര പർച്ചേസ് നടന്നു, എത്ര ടാക്സ് അടയ്ക്കാൻ ഉണ്ട് എന്ന് ഓരോ ഷോപ്പിലും നേരിട്ട് പോയി അത് കണ്ടെത്താനുള്ള സാഹചര്യം പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് മന്ത്ലി നമ്മളായിട്ട് എന്ത് ചെയ്യുന്നു, GST ഓഫീസറോട് പറയുന്നു, സർ നമുക്ക് ഈ മാസം ഇത്ര സെയിൽ നടന്നു, ഇത്ര പർച്ചേസ് നടന്നു, അതിൽ ഇത്ര ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്, ഞാൻ ഇത് അടയ്ക്കുന്നു, അങ്ങനെ പറഞ്ഞാ ചെയ്യുന്നേ. ക്ലിയർ അല്ലേ? നമ്മൾ ചെയ്യാതിരുന്നാൽ മാത്രമായിരിക്കും ഓഫീസർ എന്ത് ചെയ്യുന്നേ, നേരിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല ചോദിക്കാൻ വരത്തുള്ളൂ. ക്ലിയർ? യെസ്. ഇനി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓഫീസറെ അങ്ങോട്ട് പോയി അറിയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സെയിൽ ബില്ലുകളും പർച്ചേസ് ബില്ലുകളുമായിട്ട് നേരിട്ട് GST ഓഫീസിലൊന്നും പോകുന്നില്ല. ഇതെല്ലാം ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിക്കലി ആണ് ഇതൊക്കെ നടക്കുന്നത്. അതൊക്കെ ഓൺലൈൻ ത്രൂ ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെന്റ് തന്നെയാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തത്. ആ പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞ www.gst.gov.in. ഈ പ്ലാറ്റ്ഫോമിൽ കയറി നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ മന്ത്ലി എന്തൊക്കെ നടന്നു, എത്ര ടാക്സ് അടയ്ക്കാനുണ്ട്, ടാക്സ് പേയ്മെന്റ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലാറ്റ്ഫോമിൽ കയറി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി ഗവൺമെന്റോ GST ഓഫീസർക്ക് നമ്മളോട് എന്തെങ്കിലും ഇങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് സൈറ്റിൽ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും, നമുക്ക് നോക്കി മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടം വന്നാൽ മാത്രമേ നേരിട്ട് വരത്തുള്ളൂ, അല്ലാതെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ഈ സൈറ്റിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോ ഈ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 2 ഓൺലൈൻ ഫോം കാണാൻ സാധിക്കും. ആ 2 ഓൺലൈൻ ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന എന്തോ 2 കാര്യങ്ങൾ ഡാറ്റ എൻറ്റർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ആ 2 ഓൺലൈൻ ഫോം. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്ത് അവൈലബിൾ ആയ ഫോം ആയതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ഫോം എന്ന് വിളിക്കുന്നത്. ആ 2 ഓൺലൈൻ ഫോമിലും ഡാറ്റ എൻറ്റർ ചെയ്യുക. ഡാറ്റ മീൻസ് ആ മാസം നടന്ന സെയിൽ എത്രയാണ്, പർച്ചേസ് എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡാറ്റ യഥാക്രമത്തിൽ ആ അവൈലബിൾ ആയ 2 ഫോമിലും എൻറ്റർ ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. ആ ഓൺലൈൻ ഫോമിൽ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീൻസ് ഓൺലൈൻ സബ്മിഷൻ ചെയ്യേണ്ടതാണ്. ക്ലിയർ? ഇനി അപ്പോ 2 ഓൺലൈൻ ഫോം സബ്മിറ്റ് ചെയ്യണം മന്ത്ലി എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ മന്ത്ലി അതോറിറ്റി അറിയിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഓൺലൈൻ ഫോമിനെ വിളിക്കുന്ന മറ്റൊരു വിളിപ്പേരാണ് റിട്ടേൺസ്. ക്ലിയർ അല്ലേ? അപ്പോ 2 റിട്ടേൺസ് ഉണ്ട് ഒരു മാസം എന്ന് പറയാം. അപ്പൊ 2 റിട്ടേണിൽ ഡാറ്റ ഫില്ല് ചെയ്യുക എന്ന് പറയാം. 2 റിട്ടേണിൽ ഡാറ്റ ഫില്ലാക്കിയ ശേഷം ഓൺലൈൻ സബ്മിറ്റ് ചെയ്യണ്ടേ? ഈ ഓൺലൈൻ സബ്മിഷനെ പറയുന്ന മറ്റൊരു പേരാണ് ഫയലിംഗ്. സോ 2 റിട്ടേൺസ് മന്ത്ലി നമുക്ക് ഫയലിംഗ് ചെയ്യേണ്ടതുണ്ട് എന്ന് വേണം പറഞ്ഞ് ശീലിക്കാൻ. നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന 2 കാര്യങ്ങൾ, എന്തോ 2 കാര്യങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതോറിറ്റിയെ അറിയിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് റിട്ടേൺസ് ഫയലിംഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ. ആ 2 റിട്ടേൺസ് എങ്ങനെ ഫയലിംഗ് ചെയ്യുമെന്ന് നമ്മൾ പഠിക്കും. സോ ഞാൻ അടുത്ത് പറയാൻ വേണ്ടി പോകുന്ന കാര്യം, ആ 2 റിട്ടേൺ ഫോമിന്റെ പേരെന്താണ്? ഒന്നാമത്തെ ഫോമിന്റെ പേര് GST റിട്ടേൺ GSTR 1. രണ്ടാമത്തെ റിട്ടേൺ ഫോമിന്റെ പേര് GST റിട്ടേൺ R3B. ക്ലിയർ അല്ലേ? ഇതാണ് 2 റിട്ടേൺ ഫോമിന്റെ പേര്.
ഇനി നമ്മൾ അറിയേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് GSTR 1 അതോറിറ്റി അറിയിക്കേണ്ടത്, എന്ത് കാര്യമാണ് GSTR 3B അതോറിറ്റി അറിയിക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ അതോറിറ്റി അറിയിക്കാൻ വേണ്ടിയല്ലേ ഈ രണ്ട് റിട്ടേൺ ഫോമിന്റെ ഫയലിംഗിന്റെ ആവശ്യം. അങ്ങനെ GSTR 1 ആവശ്യം നമ്മുടെ സ്ഥാപനത്തിൽ ആ ഒരു മാസം നടന്ന സെയിൽസ്, ആ ഒരു മാസം എത്ര സെയിൽ നടന്നു എന്ന് അതോറിറ്റി അറിയിക്കാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്, GSTR 1. ക്ലിയർ അല്ലേ? എന്നാ ഡ്യൂ ഡേറ്റ്, എന്നാ അറിയിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, നെക്സ്റ്റ് മന്ത് 11th. ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഏത് മാസം, മാർച്ച് മാസം. മാർച്ച് മന്തിന്റെ GSTR 1 ഫയൽ ചെയ്യേണ്ടത് നെക്സ്റ്റ് മന്തായ ഏപ്രിൽ മാസം 11 ഒന്നുകൂടെ പറഞ്ഞാൽ മാർച്ച് മാസം 1 മുതൽ മാർച്ച് മാസം 31 വരെ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് GSTR 1 എന്ന ഫോമിൽ ഡാറ്റ എന്റർ ചെയ്ത് അടുത്ത മാസമായ ഏപ്രിൽ മാസം 1 മുതൽ ഏപ്രിൽ മാസം 11 എന്ത് ചെയ്യുക, ഫയലിംഗ് ചെയ്യേണ്ടതാണ്. ക്ലിയർ അല്ലേ? യെസ്. സോ ഈ GSTR 1 എന്ന ഫോമിൽ സെയിൽസ് ഡീറ്റെയിൽസ് മാത്രമാണ് കാണിക്കേണ്ടത് എങ്കിൽ പോലും ഇതിനകത്ത് ടോട്ടൽ 23 ടേബിൾസ് ഉണ്ട്. ക്ലിയർ അല്ലേ? നമ്മൾ പഠിക്കും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. അതായത് സെയില് പല വ്യത്യസ്ത രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ GSTR 1 റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോ B2B സെയില് എന്ന് വെച്ചാൽ എന്താ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള GST രജിസ്ട്രേഷനുള്ള ഒരു കച്ചവട സ്ഥാപനത്തിന് നടത്തിയ സെയില് B2B സെയില്. അതുപോലെ B2C സെയില്, അതായത് രജിസ്ട്രേഷൻ ഒന്നുമില്ലാത്ത ഒരാൾക്ക്, GST എടുത്തിട്ടില്ലാത്ത ഒരാൾക്ക് നടത്തിയ സെയിലാണ് B2C സെയില്. ആ B2C തന്നെ B2C ലാർജ് ഉണ്ട്, B2C സ്മാൾ ഉണ്ട്. അതുപോലെ ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ടു രജിസ്റ്റേർഡ് കസ്റ്റമർ, അതുപോലെ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂഡ് ടു അൺരജിസ്റ്റേർഡ് കസ്റ്റമർ. ഇതൊക്കെ ഓരോ ടേബിൾസ് ആണ്. അതുപോലെ എക്സ്പോർട്ട് സെയിൽ കാണിക്കും പ്രത്യേകം ടേബിൾ. അതുപോലെ ടാക്സ് ലൈബിലിറ്റി എഗെയിൻസ്റ്റ് അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ വരുന്ന ടാക്സ് ഔട്ട്പുട്ട് കാണിക്കും പ്രത്യേക ടേബിൾ. ദെൻ ആ അഡ്ജസ്റ്റ്മെന്റ്, അഡ്വാൻസ് മേടിച്ചത് അഡ്ജസ്റ്റ് ചെയ്യും സെയിൽ ആകുമ്പോൾ, അത് പ്രത്യേകം കാണിക്കും വേറെ ടേബിൾ ഉണ്ട്. അതുപോലെ ടാക്സബിൾ അല്ലാത്ത സെയിലൊക്കെ ചെയ്യും, നിൽ റേറ്റ്, എക്സംപ്റ്റ്, നോൺ GST സെയിൽസ് പ്രത്യേകം കാണിക്കാൻ ടേബിൾ ഉണ്ട്. അതുപോലെ സെയിൽ നടത്തിയ ഗുഡ്സിന്റെ കോഡ്, HSN കോഡ് കാണിക്കാൻ പ്രത്യേകം ടേബിൾ ഉണ്ട്. SAC കോഡ്, അതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റേസ് ചെയ്ത ആ മാസം, അതിന് പ്രത്യേകം ടേബിൾ ഉണ്ട് കാണിക്കാനായിട്ട്. അതുപോലെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ എന്തെങ്കിലും സെയിൽ നടത്തിയെങ്കിൽ അത് കാണിക്കാൻ പ്രത്യേകം ടേബിൾ ഉണ്ട്. എന്തെങ്കിലും അമെന്റ്മെന്റ് വരുത്താൻ വേണ്ടി ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം ടേബിൾ ഉണ്ട്. അങ്ങനെ 23 ടേബിൾ വരുന്നുണ്ട് എവിടെ, GSTR 1 എന്ന ഫോമിനകത്ത്. ഓക്കെ അല്ലേ? നമ്മൾ പഠിക്കും. അപ്പോ ഈ GSTR 1 ഈ ടേബിൾസ് എല്ലാം 1 by 1 പഠിച്ച ശേഷം മാത്രമായിരിക്കും GSTR 1 എങ്ങനെ ഓൺലൈൻ ആയിട്ട് ഫയലിംഗ് ചെയ്യാമെന്ന് പഠിക്കുന്നേ. 23 ടേബിളിനെ കുറിച്ച് ധാരണയൊന്നുമില്ലാതെ ഡയറക്റ്റ് ഓൺലൈൻ സൈറ്റിൽ കയറി ഓൺലൈൻ ഫയലിംഗ് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്കൊരു ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഫുൾ പഠിച്ചിട്ടേ ഓൺലൈൻ ഫയലിംഗ് പഠിപ്പിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? GSTR 3B ആവശ്യം ആ മാസം എത്ര GST ആണ് ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത്, മീൻസ് ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു മന്ത്ലി റിട്ടേൺ ഫോമാണ് GSTR 3B. GSTR 3Bയിലൂടെയാണ് ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. എന്നാ ഡ്യൂ ഡേറ്റ്, നെക്സ്റ്റ് മന്ത് 20th ആണ് ഡ്യൂ ഡേറ്റ് വരുന്നേ. എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം ഇതല്ലേ, മാർച്ച് മാസത്തെ GSTR 3B ചെയ്യേണ്ടത് നെക്സ്റ്റ് മന്ത് ഏപ്രിൽ മാസം 20th എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം എത്ര GST ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. അതെങ്ങനെയാണ് കമ്പ്യൂട്ട് നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? എത്ര ഔട്ട്പുട്ട്, എത്ര ഇൻപുട്ട്, ഏതൊക്കെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം നമ്മൾ ചെയ്യും. അങ്ങനെ എത്ര GST നെറ്റ് പേയബിൾ ഉണ്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യുക.
ആ കമ്പ്യൂട്ട് ചെയ്ത എമൗണ്ട് GSTR 3B നെക്സ്റ്റ് മന്ത് 20th എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഫോമാണ് 3B. അതുകൊണ്ട് തന്നെ GSTR 3B ഒരു സമ്മറി ഫോമാണ്, ഒരു സമ്മറി ഫോമാണ്. അതുകൊണ്ട് തന്നെ GSTR 3Bക്ക് അകത്ത് GSTR 1 പോലെ 23 ടേബിൾ ഒന്നും 3B ഇല്ല. 3B ജസ്റ്റ് 6 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? നമ്മൾ പഠിക്കും. ദെൻ അടുത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യം, GSTR 1 GSTR 3B മന്ത്ലി ഫയൽ ചെയ്യണ്ടേ? അത് ഫയലിംഗ് ചെയ്യാൻ സമയത്ത് നമുക്കൊരു 3 ഓൺലൈൻ പ്രാക്ടിക്കൽ ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉറപ്പായിട്ടും വരും. അതായത് വേറൊന്നുമല്ല, ഈ GSTR 1 GSTR 3B നമ്മൾ ഫയലിംഗ് ചെയ്യണ്ടേ മന്ത്ലി. അത് ചെയ്യാൻ സമയത്ത് ഒരു 3 ഫോമിന്റെ സഹായം വേണ്ടി വരും. അത് എങ്ങനെയാണ് സഹായം വേണ്ടി വരിക എന്ന് നമ്മൾ പഠിക്കും. ഞാൻ ആ 3 ഫോമിന്റെ പേര് പറയാം. 1 GSTR 1A, 2 GSTR 2A, 3 GSTR 2B നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? 2B നമ്മൾ പഠിക്കും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട 3 ഫോംസ് ആണ് GSTR 1A, GSTR 2A, GSTR 2B നമ്മൾ പഠിക്കും. ദെൻ അടുത്ത് നമുക്ക് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ഞാൻ പറഞ്ഞു GSTR 1 GSTR 3B മന്ത്ലി ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ പക്ഷേ നമ്മുടെ വാർഷിക വിറ്റുവരവ്, ആനുവൽ ടേൺ ഓവർ പ്രീവിയസ് ഇയർ ആണ് ബിലോ 5 CR, 5 കോടിക്ക് ബിലോ ആണെങ്കിൽ നമുക്ക് കറണ്ട് ഇയറിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് GSTR 1 ആൻഡ് GSTR 3B മന്ത്ലി ചെയ്യേണ്ട പകരം ക്വാർട്ടർലി ഫയലിംഗ് ചെയ്യാൻ സാധിക്കും. 3 മാസം കൂടുമ്പോൾ ഫയലിംഗ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ പ്രൊപ്രൈറ്റർ തന്നെ ആയിരിക്കും എല്ലാം മാനേജ് ചെയ്യുന്നത്. ചെറിയ സ്ഥാപനങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കുകയും ചെയ്തു, മന്ത്ലി ഈ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്തു. എങ്കിൽ പോലും ഈ 11-ാം തീയതിക്കുള്ളിലും 20-ാം തീയതിക്കുള്ളിലും ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ആ ചെയ്യുന്ന ആളെ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള പുറകെ ആയിരിക്കും ആ പ്രൊപ്രൈറ്റർ എന്ന കച്ചവടക്കാരൻ. അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ബിസിനസ്സിൽ ശ്രദ്ധ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഒരു മാസം ഉണ്ടെങ്കിൽ ആ മാസം പകുതിയിൽ കൂടുതലും GSTR 1 3B പുറകെ ആയിരിക്കും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന കച്ചവടക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മന്ത്ലി 1 3B ചെയ്യേണ്ട, പകരം 3 മാസം കൂടുമ്പോ 1 3B ചെയ്താൽ മതി. അതൊരു റിലീഫ് അല്ലേ? അപ്പൊ അതൊരു സ്കീമാണ്. ആ സ്കീമിന്റെ പേരാണ് QRMP സ്കീം എന്ന് പറയും. നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? QRMP സ്കീം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു 2 ഫോമിന്റെ പേര് പഠിക്കാറുണ്ട്. IFF ആൻഡ് PMT06 നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ അടുത്ത് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, നമ്മൾ മന്ത്ലി ആയിക്കോട്ടെ ക്വാർട്ടർലി ആയിക്കോട്ടെ ഒരു വർഷം 12 മാസത്തെയും GSTR 1 GSTR 3B നമ്മൾ ഫയൽ ചെയ്തു. അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ആയി. ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോ ഒരു വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് ആനുവൽ റിട്ടേൺ. അതിന്റെ പേരാണ് GSTR 9. എന്താണ് GSTR 9? അതൊരു സമ്മറി ഫോമാണ്. എന്തിന്റെ സമ്മറിയാണ്? സമ്മറി ഓഫ് 12 മന്ത്, 12 മാസം നമ്മൾ ചെയ്ത GSTR 1 GSTR 3B ഒരു സമ്മറിയാണ് GSTR 9. GSTR 9 വർഷാവസാനം ചെയ്യേണ്ട ഒരു ഫോമാണ്. എല്ലാവർക്കും നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ വാർഷിക വിറ്റുവരവ്, ആനുവൽ ടേൺ ഓവർ എബോ 2 CR, 2 കോടിക്ക് മേലെയാണ് വാർഷിക വിറ്റുവരവ് എങ്കിൽ മാത്രമാണ് മാൻഡേറ്ററി, നിർബന്ധമായിട്ടും GSTR 9 ചെയ്യേണ്ടത്. എന്നാൽ നമ്മുടെ വാർഷിക വിറ്റുവരവ് ബിലോ 2 CR ആണെങ്കിൽ
ഇറ്റ്സ് ഓപ്ഷണൽ ആണ്, ചെയ്യണ്ട എന്നല്ല, വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ അല്ലേ? GSTR9 ഡ്യൂ ഡേറ്റ് എന്നാ പറയുന്നേ? ഡ്യൂ ഡേറ്റ് 31 ഡിസംബർ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന ഇയർ ഏതാണ്? 2024-25 അല്ലേ? ഈ 31 തീയതി ആകുമ്പോൾ ഈ ഇയർ അവസാനിക്കും അല്ലേ? ഈ ഇയറിന്റെ GSTR9 എന്നാ ചെയ്യേണ്ടത്? ഡ്യൂ ഡേറ്റ് 2025 ഡിസംബർ മാസം 31. ക്ലിയർ അല്ലേ? കഴിഞ്ഞ വർഷം ഏതായിരുന്നു? 2023-24 ആയിരുന്നു. എന്നായിരുന്നു ഡ്യൂ ഡേറ്റ്? 2024 ഡിസംബർ മാസം 31. ഓക്കെ അല്ലേ? യെസ്. ഈ GSTR9 നമ്മൾ ഫയലിംഗ് പഠിക്കും. ഈ GSTR9 എന്ന ഫോമിനകത്ത് ടോട്ടൽ ടേബിൾസ് 19 ടേബിൾസ് ഉണ്ട്, നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? നമ്മൾ ഈ ടേബിൾസ് പറയാൻ കാരണം എന്താ? ഒരു റിട്ടേൺ ഫയലിംഗ് ചെയ്യേണ്ട ഫോം എടുത്താൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. നിങ്ങൾ ആ ഒരു റിട്ടേൺ ഫോം എടുത്താൽ അവിടെ കാണുന്ന ഒരു പോയിന്റ് പോലും മിസ്സാക്കത്തില്ല, കംപ്ലീറ്റ് പഠിപ്പിക്കും. ക്ലിയർ അല്ലേ? ഒരു ഡൗട്ടും പിന്നെ വരത്തില്ല. അതാണ് ആ ടേബിൾസ് ഞാൻ എണ്ണി എണ്ണി പറയുന്നത്. GSTR1 23 ടേബിൾ, GSTR3B 6 ടേബിൾ, GSTR9 19 ടേബിൾ. ഇനി അടുത്ത് പഠിക്കേണ്ട കാര്യം, ആഫ്റ്റർ ഫയലിംഗ് ഓഫ് GSTR9 ഒരു ഫോം ഉണ്ട്, റീകൺസിലിയേഷൻ ഫോം എന്ന് പറയും. അതിന്റെ പേരാണ് GSTR9C. വർഷ അവസാനം GSTR9 ചെയ്ത ശേഷം നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു ഫോമാണ് GSTR9C. എല്ലാവർക്കും നിർബന്ധമില്ല. വാർഷിക വിറ്റുവരവ്, ആനുവൽ ടേൺ ഓവർ എബോവ് 5 CR. GSTR9 2 കോടിയായിരുന്നു ലിമിറ്റ്. എന്നാൽ GSTR9C 5 കോടിയാ ലിമിറ്റ്. 5 കോടിക്ക് മേൽ വാർഷിക വിറ്റുവരവ് ഉണ്ടെങ്കിൽ GSTR9C നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ക്ലിയർ അല്ലേ? യെസ്. GSTR9C വേറൊന്നുമല്ല, നമ്മൾ GSTR9 ഫയൽ ചെയ്തല്ലോ. നമ്മൾ ചെയ്ത GSTR9 ഏതുമായിട്ട് റീകൺസിൽ ചെയ്യണം? കമ്പയർ ചെയ്യണം. കമ്പയർ വിത്ത് ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, അതുപോലെ ഓഡിറ്റ് ചെയ്യപ്പെട്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ അല്ലേ? ഓഡിറ്റ് ചെയ്യപ്പെട്ട സ്റ്റേറ്റ്മെന്റുമായിട്ട് നമ്മൾ ചെയ്ത GSTR9 റീകൺസിൽ ചെയ്യണം, താരതമ്യം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടാൽ ആ വ്യത്യാസം വന്ന കാര്യം GSTR9C റിപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. എന്ത് കാരണത്താൽ വ്യത്യാസം വന്നു കാണിച്ചു പോയാൽ മാത്രം മതി. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിക്കും ഈ GSTR9 എന്ന ഫോമില്ലേ, അതിനകത്ത് ടോട്ടൽ ടേബിൾസ് 17 നമ്മൾ പഠിക്കും. ഇനി അടുത്ത് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, GSTയിലെ മറ്റൊരു ഓപ്ഷണലായ സ്കീമാണ്. അതായത് നമ്മുടെ സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ എടുക്കാൻ സമയത്ത് നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻ വരും. ഒന്നുകിൽ സാധാരണ എല്ലാവരും എടുക്കുന്ന പോലെയുള്ള രജിസ്ട്രേഷൻ, അതായത് നോർമലി രജിസ്ട്രേഷൻ എടുക്കാം, റെഗുലർ എന്ന സ്കീം പ്രകാരം രജിസ്ട്രേഷൻ എടുക്കാം. നമ്മുടെ രാജ്യത്ത് 90% ബിസിനസ്സുകാരും ആ നോർമൽ സ്കീം പ്രകാരമാണ് GST എടുത്തേക്കുന്നത്. എന്നാൽ മറ്റൊരു സ്കീമുണ്ട്, അതൊരു ഓപ്ഷണലാണ്. ആ സ്കീമിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമാണെന്ന് തോന്നിയ മാത്രം നമുക്ക് ആ സ്കീം ചൂസ് ചെയ്യാം. CGST ആക്ടിന്റെ സെക്ഷൻ 10 അതിലാണ് ആ സ്കീമിനെ കുറിച്ച് പറയുന്നത്. ആ സ്കീമിന്റെ പേരാണ് കോമ്പോസിഷൻ സ്കീം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ആ സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനങ്ങൾക്ക് ഞാൻ മുകളിൽ പറഞ്ഞ ഒരു റിട്ടേണും ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. GSTR1 വേണ്ട, 3B വേണ്ട, 1A വേണ്ട, 2A വേണ്ട, 2B വേണ്ട, QRMB വരുന്നില്ല, IFF ഇല്ല, PMD 06 ഇല്ല, GSTR9 വേണ്ട, GSTR9C ഒന്നും വേണ്ട. മാത്രമല്ല
കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്തവർക്ക് മന്ത്ലി ഒന്നും ചെയ്യേണ്ട, മാസം തോറും ഒന്നും ചെയ്യേണ്ട. അവർക്ക് ക്വാർട്ടേർലി 3 മാസം കൂടുമ്പോ ഒരു ഫയലിംഗ് ഉണ്ട്, പേരാണ് CMP08. ഒരു വർഷം 4 ക്വാർട്ടർ, ആ 4 പ്രാവശ്യം CMP02 ഫയൽ ചെയ്യുക. അവർക്ക് ടാക്സ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ദെൻ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ആനുവൽ റിട്ടേൺ ഫയലിംഗ് ഉണ്ട്, അതിന്റെ പേരാണ് GSTR4. അത്രേ ഉള്ളൂ. അപ്പൊ ഈ 2 കാര്യങ്ങൾ, CMP08 ഒരു വർഷം 4 പ്രാവശ്യം ചെയ്യുക, ടാക്സ് പേയ്മെന്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ്, ഒരു ഓൺലൈൻ ചെല്ലാൻ മാതിരിയുള്ള ഒരു ഡോക്യുമെന്റ് ആണ് CMP08. ദെൻ ഇയർലി GSTR4 ഇയർലി ആണെന്ന് കരുതി നേരത്തെ 9(9)C പറഞ്ഞ പോലെ ലിമിറ്റ് ഒന്നുമില്ല, ഇത് മാൻഡേറ്ററി ആണ്. നിങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരമാണോ GST എടുത്തേ എങ്കിൽ നിർബന്ധമായിട്ടും വർഷ അവസാനം GSTR4 ചെയ്തേ പറ്റൂ, ഒരു മാറ്റവുമില്ല. GSTR4ന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ഇടയ്ക്ക് വരെ 2017 മുതൽ ഏപ്രിൽ മാസം 30 ആയിരുന്നു. എന്നാൽ പുതിയ മാറ്റം വന്നു, GSTR4ന്റെ ഡ്യൂ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ ഏപ്രിൽ 30 ആയിരുന്നു, അത് മാറ്റി ഇപ്പൊ ജൂൺ 30 മാറ്റി. ക്ലിയർ അല്ലേ? ഇപ്പോ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ജൂൺ 30 മാറ്റി. CMP08 എന്ന് പറഞ്ഞാല് അതിന്റെ ഡ്യൂ ഡേറ്റ് ക്വാർട്ടേർലി അല്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ ഏപ്രിൽ മെയ് ജൂൺ, ഇതൊരു ക്വാർട്ടർ ആണ് സങ്കല്പിക്കുക. നെക്സ്റ്റ് മന്ത് അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഏപ്രിൽ മുതൽ ഏപ്രിൽ മെയ് ജൂൺ വരെയുള്ള ക്വാർട്ടർ ആണ് സങ്കല്പിക്കുക. അപ്പൊ ആ ക്വാർട്ടറിന്റെ CMP08 ചെയ്യേണ്ടത് ജൂലൈ മാസം 18 ക്ലിയർ അല്ലേ? ജൂലൈ മാസം 18 ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് മന്ത് ഫ്രം ദ എൻഡ് ഓഫ് ദ ക്വാർട്ടർ, ആ ക്വാർട്ടർ എൻഡ് ചെയ്ത് നെക്സ്റ്റ് മന്ത് 18 ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്, അത് മനസ്സിലായല്ലോ. അപ്പൊ ആ കോമ്പോസിഷൻ സ്കീം എങ്ങനെയാണ്, അതിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ദെൻ അടുത്ത് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ടാക്സ് ഇൻവോയ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ബിൽ ഓഫ് സപ്ലൈ എന്ന ഡോക്യുമെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, റിസീപ്റ്റ് വൗച്ചർ, പേയ്മെന്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ, ഡെലിവറി ചെല്ലാൻ ഇബേ ബില്ല്, ഇൻവോയ്സ്, റിവൈസ്ഡ് ഇൻവോയ്സ്, സെൽഫ് ഇൻവോയ്സ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 12 ഡോക്യുമെന്റ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കും. എന്തൊക്കെയാ? ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, സെൽഫ് ഇൻവോയ്സ്, റിവൈസ്ഡ് ഇൻവോയ്സ്, ഡെലിവറി ചെല്ലാൻ ഇബേ ബില്ല്, ഇൻവോയ്സ്, അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രാക്ടിക്കൽ എന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രാക്ടിക്കലായിട്ട് നമ്മുടെ 10 days ക്ലാസ്സിൽ പഠിക്കേണ്ടത്. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി പഠിക്കാൻ സാധിക്കണമെങ്കിൽ കുറച്ച് തിയററ്റിക്കൽ ബേസ് വേണം. ക്ലിയർ അല്ലേ? കുറച്ച് തിയററ്റിക്കൽ ബേസ് നമുക്ക് വേണ്ടതാണ്. അതിനുവേണ്ടി കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കും തിയററ്റിക്കലായിട്ട്. ഫോർ എക്സാമ്പിൾ, എന്താണ് ഔട്ട്പുട്ട് GST, എന്താണ് ഇൻപുട്ട് GST, എന്താണ് RCM, എന്താണ് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലോക്ക്ഡ് ഇൻപുട്ട്, എന്താണ് അത്, ഏതൊക്കെയാണ്. ക്ലിയർ അല്ലേ? അതുപോലെ ഇപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും. അതുപോലെ ഇൻപുട്ട് റിവേഴ്സൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തിയററ്റിക്കൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഇത്തരം തിയററ്റിക്കൽ കാര്യങ്ങൾ പഠിച്ച ശേഷം അതുപോലെ തന്നെ സെറ്റ് ഓഫ് എങ്ങനെ ചെയ്യാം. ക്ലിയർ? യെസ്. അതുപോലെ എന്താണ് IGST, എന്താണ് CGST, എന്താണ് SGST, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും തിയറി ബേസ് കാര്യങ്ങളും ബാക്കി കംപ്ലീറ്റ് പ്രാക്ടിക്കൽ അഡ്വാൻസ് ലെവൽ പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ക്ലാസ്സിൽ പഠിക്കും. ഇത്രയും പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്.
ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ 10 days വരുന്ന ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇനി ഈ ക്ലാസിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ, നമ്മുടെ ക്ലാസ് നമുക്കറിയാം 10 days ആണ്, ഡെയിലി 1 മണിക്കൂറാണ്, ഈ സെയിം ടൈമാണ്, 9 to 10 PM ആണ് ക്ലാസ് ടൈം വരുന്നത്. ഇതേപോലെ സെയിം പ്ലാറ്റ്ഫോം ആണ്, സൂം പ്ലാറ്റ്ഫോം ആണ് ക്ലാസ് വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലാസ് ലൈവ് ക്ലാസ് ആണ്, ലൈവ് ആണെങ്കിലും ഇത് റെക്കോർഡിങ്ങും പ്രൊവൈഡ് ചെയ്യും. കാരണം നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഏതെങ്കിലും ദിവസം ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡ് വീഡിയോ പ്രൊവൈഡ് ചെയ്യും. ഇനി ഞാൻ അയക്കുന്ന റെക്കോർഡ് വീഡിയോയ്ക്ക് എന്തെങ്കിലും സമയപരിധി ഉണ്ടോ, ഇത്ര ടൈം വരെ കാണാൻ സാധിക്കത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അൺലിമിറ്റ് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം, എത്ര നാൾ വേണോ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും, നഷ്ടപ്പെട്ടു പോകത്തില്ല. ദെൻ അതുപോലെ ഈ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ പ്രാക്ടിക്കൽ കാര്യത്തിന്റെയും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ PDF നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഞാനിപ്പോ പറഞ്ഞില്ലേ, ഓരോ റിട്ടേൺ ഫോമിനകത്തും ഇത്ര ടേബിൾസ് ഉണ്ട്, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന, കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന രീതിയിൽ എക്സാമ്പിൾസ് സഹിതം വരുന്ന ഞാൻ തയ്യാറാക്കിയ പ്രാക്ടിക്കൽ PDF നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും റിട്ടേൺ ഫയലിംഗ്, അത് ഗ്യാരണ്ടിയാണ്. കാരണം നിങ്ങൾ ഈ കോഴ്സ് പഠിച്ച ശേഷം 10 days കഴിഞ്ഞ ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡൗട്ടുകൾ വരും. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഡൗട്ട് ഒരുപാട് വരും. അങ്ങനെ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം, എന്റെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. ഡൗട്ട്സ് ക്ലിയറിംഗ് സപ്പോർട്ട് ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് മാത്രമല്ല, നിങ്ങൾ സെൽഫായിട്ട് വർക്കുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും വർക്ക് സപ്പോർട്ട് വേണ്ടി വന്നാൽ, ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എന്തെങ്കിലും വർക്ക് സപ്പോർട്ട് വേണ്ടി വന്നാൽ അതും ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യും. ഓൺലൈനായിട്ട് 1 to 1 നമുക്ക് എന്ത് ചെയ്യാം, സൂം പ്ലാറ്റ്ഫോമിൽ വർക്ക് സപ്പോർട്ട് ഓൺലൈൻ ത്രൂ ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഇനി അത് മാത്രമല്ല, ഈ 2 കാര്യം, ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ടും വർക്ക് സപ്പോർട്ടും ഞാൻ പറയുന്നു, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു റിസ്ക് നിങ്ങളുടെ മനസ്സിൽ വേണ്ട, അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഞാൻ മറ്റൊരു ഓഫർ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ GST റിട്ടേൺ ഫയലിംഗ് അത് എത്ര ക്വാണ്ടിറ്റി വർക്കായാലും, എത്ര കാഠിന്യമേറിയ വർക്കായാലും, എത്ര കോംപ്ലിക്കേഷൻ വർക്കായാലും നിങ്ങൾക്ക് ഞാനത് ഫ്രീ ആയിട്ട് 6 മാസം വരെ ഫ്രീ ആയിട്ട് ചെയ്തു തരും. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തു തരും. ഓക്കെ, മാക്സിമം സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ 6 മാസം വരെ ഞാൻ എന്ത് ചെയ്യും, ആ വർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഓക്കെ, ഫ്രീ ആയി ചെയ്യുക മാത്രമല്ല, ഞാൻ ആ ചെയ്യുന്നതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. ഓക്കെ, ഇനി അത് മാത്രമല്ല, നമ്മുടെ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്, ഇനിയിപ്പോ വേറൊരു കാര്യം പറയാം, ഈ കോഴ്സ് പഠിച്ചിട്ട് ഇനിയിപ്പോ സ്വന്തമായി ചെയ്യാൻ വേണ്ടിയൊന്നും അല്ല, ഞാനൊരു കമ്പനിയില് അക്കൗണ്ടന്റ് ആയിട്ട് ജോലിക്കൊക്കെ ട്രൈ ചെയ്യാൻ നിൽക്കുകയാണ്, എനിക്ക് GST ഫയലിംഗ് പഠിക്കണം എന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്, സോ എനിക്കൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് പ്രൊവൈഡ് ചെയ്യും. കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം മറ്റൊരു കാര്യം, നമുക്ക് ഈ GST ക്ലാസ്സിന് മുമ്പായിട്ട് കുറച്ചു നാൾ മുമ്പ് ഒരു ഇൻകം ടാക്സിന്റെയും അതുപോലെ TDSന്റെയും ഫയലിംഗിന്റെ ഒരു ക്ലാസ് നടത്തിയിരുന്നു മുമ്പ്. അപ്പൊ ആ മുമ്പ് നടത്തിയ ക്ലാസിന്റെ റെക്കോർഡ് വീഡിയോ ഇപ്പോ അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ? ഇപ്പോ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതും കൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലൈവിന് ഉടനെ ഉണ്ടാവില്ല, അതിന്റെ റെക്കോർഡ് വീഡിയോ എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ ഞാൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ആവശ്യമുള്ളവർ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്ത ശേഷം പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്യാം, ആ വീഡിയോസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി
അടുത്ത കാര്യം, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക നാളെയാണ്. നാളെ എന്ന് പറയുമ്പോൾ ഡേറ്റ് 29 അല്ലെ, 29 ഡേറ്റ് വരുന്നത്, സാറ്റർഡേ. നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? നാളെ നമ്മുടെ ഫസ്റ്റ് ഡേ ക്ലാസ് ആയിരിക്കും വരുന്നത്. നാളെ കഴിഞ്ഞ പിന്നെ മറ്റന്ന് സൺഡേ ലീവ് ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് മൺഡേ ഉണ്ടാവത്തുള്ളൂ ക്ലാസ്. അപ്പൊ നാളെ നമ്മുടെ ഫസ്റ്റ് ഡേ ക്ലാസ് ആയിരിക്കും വരുന്നത്. സോ നമ്മുടെ ക്ലാസിന്റെ ഫീ വരിക 3000 ഫീ വരുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഓഫീസ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടാവും. 3000 ഫീ വരുന്നത്. ഈ 3000 എന്നുള്ള ഫീ സിംഗിൾ പേയ്മെന്റ് ആണ്. കാരണം ഇതൊരു ചെറിയ എമൗണ്ട് ആണ്. മാത്രമല്ല, ഒരു ഡെമോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം പഠിപ്പിക്കുന്നുണ്ടെന്ന് വിശദമായിട്ട് പറഞ്ഞ ശേഷമാണ് ഫീ മേടിക്കുന്നത്. സോ സിംഗിൾ പേയ്മെന്റ് ആണ്. നിങ്ങൾക്ക് നാളെ മുതൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഫീ പേയ്മെന്റ് ചെയ്ത് സീറ്റ് കൺഫേം ചെയ്ത് ജോയിൻ ചെയ്യാം. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഡെമോ ക്ലാസ്സിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യം. ഇത്ര മാത്രമേ ഉള്ളൂ. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് ഇവിടെ ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നാളെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ എന്ത് ചെയ്യുക, പേര് ടൈപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കും. നാളെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യും. ഇനി മറ്റെന്തെങ്കിലും സംശയം ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്യാം, ഡൗട്ട് പറഞ്ഞു തരാം. സംശയമുള്ളവർക്ക് ചോദിക്കാം. ജോയിൻ ചെയ്യുന്നു എന്നുള്ളവർ അവരുടെ പേര് എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഡെമോ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ സംശയം ആർക്കും ഇല്ലാന്ന് കരുതുന്നു, ആരും ചോദിക്കുന്നില്ല. ഓക്കെ, സംശയമൊന്നും ഇല്ല എങ്കിൽ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, രഞ്ജിത. ഓക്കെ, രഞ്ജിത, ഞാൻ പേര് നോട്ട് ചെയ്യാം. രതീഷ്. ഓക്കെ, അപ്പൊ രഞ്ജിതയും രതീഷും പറയുന്നുണ്ട് നാളെ ജോയിൻ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പേര് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ജോയിൻ ചെയ്യുന്നില്ല, സംശയമൊന്നും ചോദിക്കാനില്ല എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ നിന്ന് ലീവായി പോകാം. ഓക്കെ, സജു TC പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷിബു പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നാളത്തെ ക്ലാസ് കണ്ടിട്ട് പറഞ്ഞാൽ മതിയോ? നാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ഈ ഡെമോ അറേഞ്ച് ആക്കിയത് കേട്ടോ, ക്ലാസ്. രാജേന്ദ്രൻ. ഓക്കെ, മറ്റാരെങ്കിലും ഉണ്ടോ? പേര് ടൈപ്പ് ചെയ്യുക. ഡൗട്ട് ചോദിച്ചോളൂ. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക, ഡൗട്ട് ചോദിക്കുക കേട്ടോ. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക, ഡൗട്ട് ചോദിക്കാം. അതായത് നമ്മളിപ്പോ ഈ റെഗുലറിനെ പറ്റിയും കോമ്പോസിഷനെ പറ്റിയും പറഞ്ഞല്ലോ. അപ്പൊ അതില് അതെ, ഈ ഈ റെഗുലറിന്റെയും കോമ്പോസിഷന്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് ഈ കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഉറപ്പായിട്ടും. നമുക്ക് ഇപ്പൊ എന്തായാലും റെഗുലർ ആയാലും കോമ്പോസിഷൻ ആയാലും ഓക്കെ വ്യത്യാസങ്ങൾ പഠിപ്പിച്ചേ പോകത്തുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ, ഓക്കെ. ജോയിൻ ചെയ്യുന്ന ഒരു പേര് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക.
ഇപ്പോ 4-5 പേരാണ് പേര് ടൈപ്പ് ചെയ്ത്. രഞ്ജിത, രതീഷ്, സജു, ഷിബു, രാജേന്ദ്രൻ. ഓക്കെ. ഇനി മറ്റാരും ജോയിൻ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. പ്രദീപ് പറയുന്നു ജോയിൻ ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, പ്രദീപ് ഞാൻ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് വേറെ സംശയം ചോദിക്കാൻ ഇല്ലാന്ന് കരുതുന്നു. ആരും ചോദിക്കുന്നില്ല. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇത് ചോദിക്കുക. ഓക്കെ. അഷാദ്. ഓക്കെ, അഷാദ് ഞാൻ നോട്ട് ചെയ്യാം പേര്. ഓക്കെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഇത് ചോദിക്കൂ. ഏകദേശം ഇപ്പൊ ഒരു 9 പേര് ലൈവായിട്ട് ക്ലാസ്സിലുണ്ട്. 9 പേർക്കും എന്തെങ്കിലും ചോദിക്കുകയുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഡൗട്ട് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, റിപ്ലൈ പറയാം. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടേതായ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ. ആരും ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ ഇനി ആരും ജോയിൻ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. സോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? ഓക്കെ. സോ ഗുഡ് ക്ലാസ് എന്ന് പറയുന്നുണ്ട് ഒരാള്. ഓക്കെ. പേര് ടൈപ്പ് ചെയ്തു, അൻവർ. ഓക്കെ, ഞാൻ അൻവറിന്റെ പേര് അപ്ഡേറ്റ് ചെയ്യാം. നാളെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. സോ നമുക്ക് ഓക്കെ അൻവർ, ഞാൻ പേര് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സോ ഓക്കെ. അഫ്നാൻ. ഓക്കെ, അഫ്നാൻ പറയുന്നു ജോയിൻ ചെയ്യുന്നുണ്ടെന്ന്. സോ അഫ്നാന്റെ പേര് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അഫ്നാൻ. ഓക്കെ. ഓക്കെ. സോ ഇനി ആരെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എനിക്ക് പേഴ്സണലി ഒന്ന് കോൾ ചെയ്യുകയോ പേഴ്സണലി വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ രാത്രി 9 മണിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡേ ക്ലാസ്സോട് കൂടി കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ ഡെമോ ക്ലാസ് റെക്കോർഡിംഗ് ആണ്. ഇനിയിപ്പോ ആരെങ്കിലും ലേറ്റ് ആയിട്ട് ഡെമോയിൽ കയറിയവരുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, റെക്കോർഡ് വീഡിയോ ഞാൻ അയച്ചു തരാം, അത് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ. സോ ഗുഡ് നൈറ്റ്.